ഇനി വേറൊരു ന്യൂസ് ഉള്ളത് അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു എന്നതാണ്. അബ്ദുൾ റഹീമിന്റെ ആ ഒരു കേസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൈസ സമാഹരണമൊക്കെ ധനസമാഹരണമൊക്കെ നടത്തിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെയും അദ്ദേഹത്തിന് മോചനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ഇനിയും നീളുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. റിയാദ് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചത് കൊണ്ടാണ് ആ ഒരു മോചനം നീളുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചന ഹർജി റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി. കേസ് ഈ മാസം 12 ഉച്ചയ്ക്ക് 12:30 വീണ്ടും പരിഗണിക്കും. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീമിൻ്റെ അഭിഭാഷകൻ ഒസാമ അൽ അബറും റിയാദ് സഹായ സമിതി ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അന്നെങ്കിലും നമുക്ക് ആ ഒരു മോചന വാർത്ത കേൾക്കാൻ കഴിയട്ടെ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷവും. അത്രത്തോളം എല്ലാവരും കൂടി പ്രയത്നിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ധനസമാഹരണമൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അന്നെങ്കിലും, അതായത് ഈ മാസം 12 ഉച്ചയ്ക്ക് 12:30 നടത്തുന്ന ആ ഒരു ഉത്തരവിലെങ്കിലും അദ്ദേഹത്തിന് മോചനം എന്നൊരു വാക്ക് പരാമർശിക്കാൻ സാധിക്കട്ടെ. ഇന്നലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിങ്ങിനൊടുവിൽ അന്തിമ വിധി പറയൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. ഓൺലൈനായി നടന്ന സിറ്റിങ്ങിൽ ജയിലിൽ നിന്ന് റഹീമും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യൂസഫ് കാക്കാഞ്ചേരിയും കുടുംബ പ്രതിനിധി സിദ്ദിഖ് തൂവരും പങ്കെടുത്തു. മോചനവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ സിറ്റിംഗ് ആണ് ഇന്നലെ നടന്നത്. 1.5 കോടി സൗദി റിയാൽ ദയാധനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പ് ഉണ്ടാവാത്തതിനാലാണ് മോചന കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നിരുന്നത്. ഇതിനുവേണ്ടി ആദ്യ സിറ്റിംഗ് ഒക്ടോബർ 21 നടന്നു. എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും പറഞ്ഞ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ നവംബർ 17 വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് കേസ് പരിഗണിച്ചു. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ധനസമാഹരണം, ആദ്യം അവർ പറഞ്ഞു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ 34 കോടിയോളം രൂപ എല്ലാവരും സമാഹരിച്ച് അദ്ദേഹത്തിനായിട്ട് കൊടുത്തു. കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ കേസ് ആരാണോ പരിഗണിച്ചത്, ആദ്യം പരിഗണിച്ച ബെഞ്ച് ആരാണോ അവർ തന്നെയാണ് ഇതിൻ്റെ വിധി പറയേണ്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സിറ്റിംഗ് മാറ്റി വയ്ക്കുകയും പിന്നീട് നടന്ന സിറ്റിങ്ങിൽ പറഞ്ഞത് ആ സിറ്റിംഗ് ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ്. അതായത് പബ്ലിക് റിലേഷനിലുള്ള പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ ഒരു അനിശ്ചിതത്വം നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി മാറ്റിയതിന് ശേഷം നമുക്ക് വിധി പറയാം എന്ന രീതിയിൽ. ഇനിയിപ്പോൾ ലാസ്റ്റ് സിറ്റിംഗ് ആണ്. അതിൻ്റെ അകത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മോചന വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് മാത്രം. വധശിക്ഷ ഒഴിവാക്കിയെന്നോ? വധശിക്ഷ ഒഴിവാക്കി അദ്ദേഹത്തിന് പുറത്തു വിടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും സംഭവിക്കട്ടെ. അതെ.